ക്ഷേത്ര ഭരണാധികാരികൾ ആരായാലും പ്രത്യേകിച്ച് ക്ഷേത്രത്തിനോടും ക്ഷേത്ര ആചാരങ്ങളോടും ക്ഷേത്ര അനുഷ്ഠാനങ്ങളോടും വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും പുരോഗമനവാദികളും പാർട്ടി പ്രവർത്തകരും ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ക്ഷേത്രത്തിലെ ഭാരവാഹികളായിട്ട് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും വ്യക്തമായിട്ട് നമ്മൾ അറിയണം, അവർ നശിപ്പിക്കുന്നത് വിശ്വാസത്തെ മാത്രമല്ല, അവർ നശിപ്പിക്കുന്നത് ആചാരത്തെയും അനുഷ്ഠാനത്തെയും മാത്രമല്ല. നമ്മൾ അറിയാതെ ക്ഷേത്ര ഭാരവാഹികൾ ആഴ്ചയിൽ 7 ദിവസവും ഏത് സമയം വേണമെങ്കിലും ക്ഷേത്രത്തിൽ ഉണ്ടാവാറുണ്ട്. അവർക്ക് വരാം, അവർക്ക് പോകാം. നട അടച്ചതിന് ശേഷവും അവർക്ക് വരാം. ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്രം പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞാൽ പലപ്പോഴും 90% പൂജാരിമാരും അസിസ്റ്റന്റുമാരും അവർ പറയുന്നത് തീർച്ചയായിട്ടും അനുസരിക്കും, അനുകൂലിക്കും. അങ്ങനെയുള്ള സമയത്ത് ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ, ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൽ വരുന്ന പൈസ മാത്രമല്ല, സ്വർണം വരുന്നുണ്ട്, വെള്ളി വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. പൂർവികരായിട്ട് സമർപ്പിച്ചിരിക്കുന്ന പലതും പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ മരതകമോ ഗോമേതകമോ എല്ലാം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതൽക്ക് തന്നെ തൊഴാൻ പോകുന്ന തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഇപ്പം മരതകത്തിൻ്റെയും ഗോമേതകത്തിൻ്റെയും ആ ഉജ്ജ്വലമായിട്ടുള്ള ധന്യമായിട്ടുള്ള ജുവൽസ്, അതിന് പകരം ഗ്ലാസിൻ്റെ പേപ്പർ വെയിറ്റ് ആണ് വെച്ചിരിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ കലവറയിൽ അല്ലെങ്കിൽ ട്രഷറിയിൽ അല്ലെങ്കിൽ ഹാർഡ് റൂമിൽ അല്ലെങ്കിൽ സ്ട്രോങ് റൂമിൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ബാങ്കിൽ അവരുടേതായിട്ടുള്ള ഷട്ടറുകളിൽ വെച്ചിരിക്കുന്ന പലതും ക്ഷേത്ര ഭാരവാഹികൾ വിചാരിച്ചാൽ മാറ്റി കോടിക്കണക്കിന് രൂപയുള്ള സാധനം മുക്കിയിട്ട് ആ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും വെച്ച് കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ഒരു വലിയ കോൺഗ്രസ് പ്രവർത്തകനെയാണ് കള്ളനോട്ട് ഉണ്ടാക്കുന്നതിൽ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ പിടിച്ചതായിട്ട് ഇന്നലത്തെ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നത്. അപ്പോൾ എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരെ ജനത ശ്രദ്ധയോടുകൂടി കാണണം എന്നൊന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കാനും പറ്റില്ല. എന്താ കാരണം അറിയോ? ഓരോ ക്ഷേത്രത്തിലുള്ള സ്വത്തുക്കളും ഓരോ ക്ഷേത്രത്തിലുള്ള മൂല്യവത്തായ സാധനങ്ങളുടെയും എണ്ണവും അതിൻ്റെ വണ്ണവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ രൂപഭാവങ്ങളുമെല്ലാം വ്യത്യസ്തമാണ്. പുറത്തുനിന്ന് കള്ളന്മാർ പലപ്പോഴും അമ്പലത്തിൽ കൊള്ളയടിച്ചു പോകുന്നത് പോലും ഭരണാധികാരികളുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കും. അതിൻ്റെ ഷെയർ ചിലപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഗവൺമെൻറ്റോ പോലീസോ അക്കാര്യത്തിൽ ഒന്നും ചെയ്യില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും ഈ ക്ഷേത്ര ഭരണം കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടി പ്രവർത്തകരാവുമ്പോൾ അതിനകത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ പലതും പൊക്കിക്കൊണ്ടുപോവുകയും അടിച്ചു മാറ്റുകയും ചെയ്യുന്ന സംഭവത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കണം. വിശ്വാസം നശിപ്പിക്കലും അനുഷ്ഠാനം നശിപ്പിക്കലും ആചാരം നശിപ്പിക്കലും നിലനിൽക്കുന്നതായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള നന്മകൾ നശിപ്പിക്കലും മാത്രമല്ല, അകത്ത് ശ്രീകോവിലിനകത്ത് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാനും ക്ഷേത്ര ഭാരവാഹികൾ മടിക്കില്ല. കാരണം വിശ്വാസമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എന്തടിച്ചു മാറ്റിയാലും അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അല്ലാണ്ട് അതിൽ ആത്മീയതയോ ദൈവഭക്തിയോ ഈശ്വര ഭക്തിയോ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ശ്രദ്ധിക്കണം. ചർച്ചകൾ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ പൂജാരിമാരുമായിട്ടും ദേവസ്വം ബോർഡിലെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ കൂട്ടത്തിലുള്ള നന്മ നിറഞ്ഞ വ്യക്തികൾ, അവർക്കാണ് എളുപ്പത്തിൽ തിന്മകൾ കണ്ടെത്താൻ സാധിക്കുക. കൂടെയുള്ളവർ ചെയ്യുന്ന തിന്മകൾ അതിൽ ക്ഷേത്രം നശിപ്പിക്കാനായിട്ടും വിശ്വാസത്തിലെയും അനുഷ്ഠാനത്തിലൂടെയും മാത്രമല്ല, വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നശിപ്പിക്കാനായിട്ടും ക്ഷേത്ര ഭരണാധികാരികൾ, അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ശരി, അവർക്ക് ക്ഷേത്രത്തെ മെറ്റീരിയലിസ്റ്റിക്കലി നശിപ്പിക്കാം, എക്കണോമിക്കലി നശിപ്പിക്കാം, സോഷ്യലി നശിപ്പിക്കാം, സ്പിരിച്വലി നശിപ്പിക്കാം, സൈക്കോളജിക്കലി നശിപ്പിക്കാം, കസ്റ്റംസ് ആൻഡ് റിച്വൽസിൻ്റെ അടിസ്ഥാനത്തിൽ നശിപ്പിക്കാം. ഇങ്ങനെ കൂടി നശിപ്പിക്കാൻ സാധിക്കുമെന്ന്
ഓരോ ഹിന്ദുവും അറിയണം. പ്രണാമം.